കലക്കും തൃശ്ശൂരിന്റെ വേദിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ കൂടെ ഒരു കൊച്ചു കലാകാരി കൂടിയുണ്ട്. പരിചയപ്പെടുത്താൻ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. കോഴിക്കോടിന്റെ താരമാണ്, സർവകലാ വല്ലഭയാണ്. നേരത്തെ കൃഷോഭിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വിവിധ ഐറ്റങ്ങൾ, വിവിധ കലോത്സവ വേദികൾ, ജില്ലാതലത്തിൽ മുതൽ സ്റ്റേറ്റ് കലോത്സവത്തിൽ നാടകവുമായിട്ടാണ് ആളെത്തിയിട്ടുള്ളത്. പക്ഷേ ജില്ലാ കലോത്സവങ്ങളിൽ നിരവധി മത്സരങ്ങൾ, അവാർഡുകൾ, പ്രൈസുകളൊക്കെ വാരിക്കൂട്ടിയ ആളാണ്. അപ്പൊ പരിചയപ്പെടേണ്ട വ്യക്തിയാണ്. പരിചയപ്പെടാം. പേര് പറ. ഏതൊക്കെ ഐറ്റമാണ് ഈ സംസ്ഥാന പേര് പറ. ആദ്യം പേര്. നാടകം ആണ് സ്റ്റേറ്റ് ഇപ്പൊ വന്നിട്ടുള്ളത്. നാടകാണോ പേര്? അല്ല, പേര് പറ. പേര് അശ്വിനി. അശ്വിനി. കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ല. GHSS കോക്കല്ലൂരിലാണ് ഞാൻ പഠിക്കുന്നത്. ഏതാ ക്ലാസ്? ഇപ്പൊ ഞാൻ +2. യെസ്. അപ്പോൾ അശ്വിനിയുടെയും അവസാന കലോത്സവ വേദിയാണ് സ്കൂൾ തലത്തിൽ, അല്ലേ? എന്നിരുന്നാലും ഇനി യൂണിവേഴ്സിറ്റികളിലൊക്കെ കാണാം. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ, സോൺ കലോത്സവത്തിൽ ഏതൊക്കെ ഐറ്റവും കൊണ്ടായിരിക്കും സോൺ കലോത്സവങ്ങളിൽ വരിക? കേക്കട്ടെ, എന്തൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ ഐറ്റംസ്? നാടകമുണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, കഥാപ്രസംഗമുണ്ട്, എന്തും പോവും ഇവിടെ എന്നുള്ളതാണ്. അപ്പോൾ അശ്വിനി, ഇന്നലെ ആയിരുന്നു നാടക മത്സരം, അല്ലേ? നാടകത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞാൽ. കാരണം നാടകം എന്ന് പറയുന്നത് എന്നും വ്യത്യസ്ത കൊണ്ടുള്ള അവതരണ പ്രമേയങ്ങൾ കൊണ്ട് ആൾക്കാരുടെ, പ്രേക്ഷകരുടെ ജനപ്രീതി പിടിച്ചു പറ്റുന്ന ഐറ്റമാണ് നാടകം. അപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ തീം? എന്തായിരുന്നു നിങ്ങൾ ആളുകൾക്ക് നൽകാൻ ഉദ്ദേശിച്ച സന്ദേശം? ഞങ്ങളെ കുരിശ് എന്ന് പറഞ്ഞ നാടകം, അതിൽ പറഞ്ഞു വെക്കുന്ന കാര്യം എപ്പോഴും നന്മയെ എപ്പോഴും എക്കാലവും നിലനിൽക്കും. എത്ര തന്നെ തിന്മ കൊണ്ട് നമ്മൾ അടിച്ചമർത്താൻ ശ്രമിച്ചാലും നന്മ എപ്പോഴും എക്കാലവും എല്ലാവരടുത്തും എത്തും എന്നുള്ളൊരു. കുരിശിൽ തറച്ച ക്രിസ്തു മൂന്നാം ദിനം എഴുന്നേറ്റ് വന്നതുപോലെ തന്നെ കുരിശ് എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. എത്രത്തോളം തിന്മകൾ കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഒരു നാളിൽ നന്മയുടെ വെളിച്ചം കൊണ്ട് ഉയർത്തു വരും കുരിശ് എന്നുള്ളതായിരുന്നു, അല്ലേ, നാടകത്തിന്റെ ആ ഒരു സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ആ നാടകത്തിലൂടെ മികച്ച അഭിനേത്രിക്കുള്ള സ്പെഷ്യൽ ജൂറി മെൻഷനൊക്കെ കിട്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ആ നാടകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ആയിരിക്കും നാടകത്തിൽ ഉടനീളം ഉണ്ടാകുക. എന്നാലും ശരിക്കും കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് പറയുന്ന ഡയലോഗ് പറയാം. അവിടെ കിടന്ന് കാളം ഉക്രൈനും പോലെ ബോളം ഉണ്ടാക്കിയോ, ആ ജനാല കൂടെ അടച്ചിട്ടേക്ക്. കാറ്റും വെളിച്ചവും ഇല്ലാത്ത മുറിയാ നിങ്ങൾക്ക് നല്ലത്. മടുത്തു, ഞാൻ പോവാ. പന്നീന്റെ പോത്തിന്റെ ചോര മണക്കാണ്ട് നല്ല കാറ്റും വെളിച്ചമുള്ളിടത്ത് എനിക്ക് ജീവിക്കണം. ഇനിയേ പിന്നോട്ടേക്കില്ല, മുന്നോട്ടേക്ക് പോവാ ഞാൻ. യെസ്, ഒരട്ടിയും പിന്നോട്ട് പോകണ്ട, മുന്നോട്ട് തന്നെയാണ് അശ്വിനി. അപ്പോൾ പാട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു, കഥയുണ്ടെന്ന് പറഞ്ഞിരുന്നു. രണ്ടുപേരും പാട്ടും കൂടെ പാടിയാൽ. പിന്നീല ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കുരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തോവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാടിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം, ഉണ്ണി മഞ്ചാടിക്കുന്നിലേറാം. വെണ്ണീല ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കുരിയെടുക്കാൻ വാ. യെസ്, താങ്ക് യു മോളെ അശ്വിനി. അതേപോലെ സൂക്ഷിക്കുക. എല്ലാവിധ കലാപ്രകടനങ്ങൾക്കും മുന്നോട്ടുള്ള ഭാവിയിൽ നേരത്തെ പറഞ്ഞതുപോലെ മുന്നോട്ട്. ഓൾ ദി വെരി ബെസ്റ്റ് മോളെ. അശ്വിനി പറഞ്ഞ പോലെ തന്നെ നന്മയുടെ കുറെ കാഴ്ചകൾ കൂടി നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സാക്ഷിയാവുന്നുണ്ട്. നിങ്ങളിലേക്കും എത്തിക്കണം.